കഥയുടെ താങ്ക് യു. പ്രണയത്തിന്റെ പുതിയ ഭാഷയുമായി ബ്ലസ്സിയുടെ പ്രണയം തിയേറ്ററുകളിലെത്തി. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ രണ്ട് പുരുഷന്മാർ. ഇവർ മൂവർക്കുമിടയിലെ സൌഹൃദം, പ്രണയം, വൈകാരിക ബന്ധം, പ്രണയമെല്ലാം കൊണ്ടും പ്രേക്ഷകർക്ക് ദൃശ്യവിരുന്നു. ജീവിതത്തിന്റെ മധുര നൊമ്പര കാഴ്ചകൾ എന്നും മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ ബ്ലസ്സി പ്രണയത്തിലൂടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രണയത്തിന്റെ ഒരു പുതിയ ലോകത്തിലേക്കാണ്. ഗ്രേസും അച്യുതമേനോനും മാത്യൂസുമുള്ള ലോകം. വാർദ്ധക്യം പോലും പ്രണയത്തിനും സൗഹൃദത്തിനും മുന്നിൽ മുട്ടുകുത്തുന്ന മനോഹരമായ നിമിഷങ്ങൾ ചിത്രം കാണുന്ന പ്രേക്ഷകൻ അനുഭവിച്ചറിയുന്നു. ഗ്രേസായി ജയപ്രദയും അച്യുതമേനോനായി അനുപം ഖേറും മാത്യൂസായി മോഹൻലാലും ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കടലിന്റെ പശ്ചാത്തലവും സതീഷ് കുറുപ്പ് ക്യാമറയിൽ പകർത്തിയ സുന്ദര ദൃശ്യങ്ങളും ONV ജയചന്ദ്രൻ ടീമിന്റെ മനോഹരമായ ഗാനങ്ങളും പ്രണയത്തിന് മാറ്റുകൂട്ടുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് പ്രണയത്തിന്റെ പ്രിവ്യൂ കണ്ടവരെല്ലാം കയ്യടിയോടെയാണ് ചിത്രം ഏറ്റുവാങ്ങിയത്. ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമിലും പ്രണയമുണ്ട്. എങ്ങനെയുണ്ട് തിയേറ്ററുകളിലെത്തിയപ്പോൾ ആദ്യ ദിവസത്തെ പ്രതികരണം? തൃപ്തനാണോ? തീർച്ചയായിട്ടും വളരെ നല്ല റെസ്പോൺസാണ് കേരളത്തിൽ ഉടനീളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രണയത്തിന്റെ പുതിയൊരു ഭാഷ, പ്രേമമല്ല പ്രണയമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു എന്നുള്ള രീതി വരുന്ന ഒരുപാട് നല്ല കമന്റ്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബ്ലസ്സി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വരുന്ന 2 പുരുഷന്മാർ, അവർക്കിടയിലെ സൌഹൃദവും പ്രണയവും മലയാള സിനിമയിൽ അധികം വന്നിട്ടില്ലാത്ത ഒരാഴത്തിലുള്ളൊരു പ്രമേയമാണ്. കഥാതന്തു എങ്ങനെയായിരുന്നു രൂപപ്പെടുന്നത്? ആരുടെയെങ്കിലും ജീവിതം സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു കോളേജ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു സിനിമാ മോഹവുമായി ഞാൻ എൻ്റെ തിരുവല്ലയിൽ കൂടെ അലയുന്ന സമയത്ത് ഒരു ദിവസം മഴ നനഞ്ഞ രാത്രിയിൽ ഞാൻ എപ്പോഴും സിനിമയിൽ സിനിമയിൽ മാത്രമായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്താണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ മഴ നനഞ്ഞിരിക്കുന്ന ഒരു യുവാവും അടുത്ത് കൊട ചൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയും അവർ ഒരു തീവണ്ടിക്കുള്ളിൽ കണ്ടുമുട്ടുമ്പോൾ പ്രണയം തുടങ്ങുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. പക്ഷെ അന്നൊന്നും എനിക്ക് എഴുതാൻ അറിയാത്തത് കൊണ്ട് ഞാൻ എഴുതാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ഈ 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കഥ വീണ്ടും എടുക്കുമ്പോൾ അത് സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ശ്രീ ബ്ലസ്സി, സിനിമ കണ്ടിറങ്ങിയവർക്ക് ഒരുപക്ഷെ ഗ്രേസും അച്യുതമേനോനും മാത്യൂസുമായി മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല. ഭാഷയെ അറിയാതിട്ടും ഉജ്ജ്വല പ്രകടനമാണ് ജയപ്രദയും അനുപം ഖേറും കാഴ്ചവെച്ചത്. ഈ 3 താരങ്ങൾ തന്നെയായിരുന്നു താങ്കളുടെ മനസ്സിൽ കഥ രൂപപ്പെടുമ്പോൾ? 2 പുരുഷന്മാരോടൊപ്പം കഴിയേണ്ടി വന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പ്രണയം സൂക്ഷിക്കുന്ന 3 ആൾക്കാർ. അപ്പം തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരു സൗന്ദര്യം ആവശ്യമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന അവളുടെ സൗന്ദര്യത്തിൽ തന്നെയാണ്. അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ് ജയപ്രദ. അപ്പം അതുകൊണ്ട് ജയപ്രദ തന്നെയായിരുന്നു ആദ്യം മനസ്സിൽ. പിന്നീട് ലാലേട്ടൻ മാത്യൂസായിട്ട് എത്തുമ്പോൾ തുല്യ പ്രാധാന്യമുള്ള ഒരു വേഷമാണ് മേനോൻ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന അനുപം ഖേറിന്റെ. അപ്പം തീർച്ചയായിട്ടും ഈ അഭിനയത്തിന്റെ ഒരുപാട് സാധ്യതകളുള്ള 3 കഥാപാത്രങ്ങൾ മത്സരിച്ച് അഭിനയിക്കേണ്ട, അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ടതായിട്ടുള്ള കഥാപാത്രം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡെപ്തിൽ സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ വേണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു. ഈ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ സിനിമ കാണുമ്പോൾ കടലിന്റെ ഒരു പശ്ചാത്തലം മനസ്സിൽ വല്ലാതെ തങ്ങി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സതീഷ് കുറുപ്പിന്റെ വളരെ മനോഹരമായ ക്യാമറ, ONV ജയചന്ദ്രൻ ടീമിന്റെ ഗാനങ്ങളും വളരെയധികം മാറ്റുകൂട്ടുന്നുണ്ട്. ഈ ഒരു വശങ്ങളെ കുറിച്ചുകൂടി പറയാമോ? തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള സിനിമ ആയിരിക്കും പ്രണയം. എൻ്റെ ഈ കഴിഞ്ഞ 5 സിനിമ, ഇത് 6ാമത്തെ സിനിമയാണ്. ഈ 6 സിനിമകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സിനിമ പ്രണയം തന്നെയായിരിക്കും. അത് സതീഷ് കുറുപ്പാണ്. സതീഷിന്റെ 2ാമത്തെ സിനിമയാണ്. സതീഷാണ് അതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രണയഗാനങ്ങളെക്കുറിച്ച്
എപ്പോഴും നമുക്ക് പറയുമ്പോൾ മലയാളികൾക്ക് ആദ്യം വരുന്ന പേര് ONV കുറുപ്പ് സാറിൻ്റെ തന്നെയാണ്. അപ്പം എൻ്റെയൊക്കെ മോഹമായിരുന്നു സാറിനെ കൊണ്ടൊരു സിനിമയ്ക്ക് പാട്ട് എഴുതിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഞാൻ പത്മനാഭ സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറ് സ്ഥിരമായി അവരുടെ ഒരു വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി കഥ പറയുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ എൻ ജയചന്ദ്രൻ്റെ മ്യൂസിക് തീർച്ചയായിട്ടും പ്രണയത്തിന് സംഗീതത്തിനെ ഒഴിച്ചുകൊണ്ട് ഒരു പ്രണയവുമില്ല. അതിന് ഏറ്റവും കൂടുതൽ നന്നായി ജയചന്ദ്രൻ അത് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ബ്ലസ്സി. കൂടുതൽ വിജയകരമായി തീരട്ടെ. ഇന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതേയുള്ളൂ. മികച്ചൊരു വിജയം താങ്കളുടെ മുൻ ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ നൽകിയ അതേ സ്വീകാര്യത പ്രണയത്തിനും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി എന്റർടൈൻമെന്റ് ന്യൂസിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു.